നമ്മള് ഇപ്പൊ പോണത് എവിടേക്ക് വെച്ചാല് കെട്ടിങ്ങൽക്കാണ് പോണത്. കെട്ടിങ്ങൽ കയാക്കിങ്ങനെ പോണത്. ഞാൻ ഇതുപോലെ മുന്നേ വീഡിയോ എടുത്തിട്ട് ഇടാൻ വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഇട്ടിട്ടില്ല. വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇട്ടിട്ടില്ല. എനിക്കെന്തോ ഒരു ഇതെനിക്ക് ഇടുമെന്നുള്ളൊരു ഉറപ്പില്ല. പക്ഷെ ആ ഇടും എന്നുള്ളൊരു വാശിണ്ടെങ്കിൽ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാണ് ഇവളാണ് എനിക്ക് എന്താ വീഡിയോ ഇടാൻ കോൺഫിഡൻസ് ഒക്കെ തന്നത്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഇടാനുള്ളൊരു വീഡിയോ ഇടണം, കുറച്ച് ഇതാവണം, അങ്ങനെയൊക്കെ ഒരിത്. അങ്ങനെ ഇവരിന്റെ +1 മുതലുള്ള ഫ്രണ്ട്സാണ്. ഇവര് സയൻസ് ആയിരുന്നു, ഞാൻ കൊമേഴ്സ് ആണ്. പക്ഷെ എന്റെ ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ നിന്നുള്ളൂ. അത് കാരണം ഞാൻ ഇവരെ ക്ലാസ്സിൽ പോയിട്ട് ഇവരെ എന്നിട്ട് കമ്പനി ആയി. അവരിനെ അങ്ങനെയൊക്കെ ട്രിപ്പ് പോയി, അങ്ങനെയൊക്കെ കമ്പനി ആയി. ആദ്യം ഞങ്ങള് തല്ലുമലയിലത്തെ കഥ പോലെയാണ്. ഞങ്ങള് തല്ലുകൂടിയിട്ടാ കമ്പനി ആയത്. അങ്ങനെയൊക്കെ ഒരു കാര്യം ഇഷ്ടണ്ടായിരുന്നില്ല. അവള് എല്ലാവരോടും എന്നെ പറ്റി കുറ്റൊക്കെ പറഞ്ഞു. എന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കാട്ടിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സിന് ഒരുമിച്ചാണ് ഇരിക്കുക. അപ്പൊ ഇവൾക്ക് കുറച്ച് ചാടി. ഞങ്ങൾ വന്നാലൊക്കെ ഒരു പരിഷ്കാരം. ഞങ്ങക്ക് ബെഞ്ചൊന്നും തരൂല്ല. ഞങ്ങൾ നിലത്തിരുന്നിട്ടൊക്കെ പഠിച്ചു. അതിട്ടില്ല. ഇവര് രണ്ടാള് വന്നാല് ഇവര് ആദ്യം ഇന്നായിട്ട് മുണ്ടിയൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ മുണ്ടണം. ഇവളെ ക്ലാസ്സിലത്തെ കുട്ടിയാണ് ഞങ്ങളോട് ഇവളെ കുറിച്ച് കുറ്റം പറയും. ഇവരെ ക്ലാസ്സിൽ ഭയങ്കര വൃത്തിയുടെ ക്ലാസ്. ഇല്ലടാ ഇന്ന ക്ലാസ്സിൽ ഞാൻ വീഡിയോ ഇട്ടാൽ മതി. അത് എന്തൊട്ട് പെൺകുട്ടികളെ. പക്ഷെ ഇങ്ങനൊക്കെ ടല്ലടി റീച്ചാവുള്ളൂ. ഞാനിവിടെ ഇതുപോലെ ഈ സെയിം സ്ഥലത്ത് മുന്നേ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാനത് വീഡിയോ ഇട്ടിടാം, താല്പര്യമുണ്ടെങ്കിൽ. എന്തേ ഞാൻ ഇടാട്ടോ. അതിൻ്റെ വേറെ ഫ്രണ്ട്സിനെ ഇട്ടോ വയ്ക്കണേ. സാലിയൊക്കെയാണ് ഇതിൻ്റെ +1 +2 ഫ്രണ്ട്സ്. അതിൻ്റെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് ഉള്ള ഫ്രണ്ട്സാണ്. ജമീല അവളെ ചെക്കനെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക. ഞങ്ങളാണ് അവളെ കണ്ടന്റ്. ഇന്നത്തെ കണ്ടന്റ് ഇവരാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കണ്ടോ ശരിക്കും?